ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അരിമുറുക്കാണ്. അതിനുവേണ്ടി നമ്മൾ 2 കപ്പ് അരിപ്പൊടി എടുക്കാം. അതിനുശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. എള്ളുള്ളവർ എള്ളിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളൊരു പരുവത്താക്കണം കുഴച്ച് വെച്ച്. നമുക്കിത് ലേശം എണ്ണ ആക്കിയിട്ട് വെക്കാം. അപ്പം നമുക്ക് കൈ കൊണ്ട് എടുത്തിട്ട് ലേശം ഇതിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. ഓവറായാൽ നമ്മൾ എണ്ണ പൊരിക്കുമ്പോഴും എണ്ണയിൽ പൊരിക്കും, ഇപ്പോഴും എണ്ണ മിക്സ് ചെയ്യുമ്പോൾ നമ്മളൊരു ഓവർ എണ്ണവും നമ്മുടെ സ്നാക്സിൽ. നമ്മുടെ കുഴച്ച് വെച്ച് സെറ്റാക്കി വെച്ച മാവ് നമ്മുടെ നൂൽപുട്ടച്ചിലോട്ട് കയറ്റി കൊടുക്കാം. നമ്മൾ ഫുള്ള് നിറച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഷേപ്പിന് നമ്മളെ കയ്യിൽ ആക്കി കൊടുക്കാം. നമ്മുടെ മുറുക്കോടെ പൊരിച്ചിട്ടുണ്ട്. നമുക്കത് എണ്ണ ഒന്ന് യൂസായി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം അത് അടിപൊളി തെറിച്ചിന്. ഇത് അടിപൊളി മുറുക്ക് ഷേപ്പില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ മുറുക്ക് ഫൈനൽ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല വലിയൊരു മുറുക്കായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വീട്ടിൽ നിന്ന് മേക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ നോക്കാം. കൊള്ളാം, കിടിലൻ ടേസ്റ്റ്. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കണം അതേ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ ആ രസം ഉണ്ടാവില്ല. നമ്മൾ തണുപ്പിച്ച് വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ ചൂടാറിയ ശേഷം കഴിക്കുമ്പോൾ നമ്മൾ കടയൊക്കെ അതേ സ്നാക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാം. ബൈ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ കാണാം.